ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ ഉത്തരമില്ല. അതുപോലെ തന്നെ കൺട്രോളറുടെ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്, എന്താണ് എക്സ്പീരിയൻസ് വേണ്ടത്, ഇതൊന്നും പെസോ അധികാരികൾക്ക് അറിയില്ല. മറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ട് നടത്തുന്ന ഈ വെടിക്കെട്ടുകാർ ഹൈലി സ്കിൽഡാണ് അവർ. ഇപ്പോൾ ഒരു നിലയമിട്ട് നിങ്ങളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും, തൃശ്ശൂർ പൂരത്തിനൊക്കെ 15 നിലയുടെയും 20 നിലയുടെയും നിലയമിട്ടുകൾ പൊട്ടിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊരു പെസോയിലെ വിദഗ്ധനോട് ചോദിച്ചാൽ ഞാൻ എഴുതി പറഞ്ഞു തരാം, അവർക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല. അതുപോലെ തന്നെ ട്രഡീഷണൽ ഫയർ വർക്ക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഈ പെസോന് അറിയില്ല. അപ്പോൾ അറിയാത്ത കുറേ ആൾക്കാർ എവിടെയോ ഇരുന്ന് കാണാത്തൊരു സംഗതിയെക്കുറിച്ച് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത കുറേ നിയമങ്ങളാണ് ഈ ആൾക്കാരെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ കേന്ദ്ര സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യും, നിയമ വഴികൾ നോക്കും, എല്ലാ വഴിക്കും ഇതെങ്ങനെയാണ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച്. ഇത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രശ്നമില്ല, ഇത് നെന്മാറ, വെല്ലങ്കി, അതുപോലെ തന്നെ ഉത്രാളിക്കാവ്, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാർ ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകണം. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീൽഡാണ്. കോടികളുടെ ബിസിനസ്സുകളാണ്, തൊഴിൽ അവസരങ്ങളിലുള്ളതാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം.